ഓഫീസ് പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞു. ഈ ഓഫീസ് പൊളിറ്റിക്സിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇങ്ങനെയുള്ള ഒരു, ഇപ്പം സാർ ഇപ്പം പറഞ്ഞു ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ റെസ്യൂംസ്, ഇപ്പം സാറ് നമ്മളിപ്പോ കുറച്ചു പേരെ എടുക്കുമ്പോൾ അവരുടെ ചിലപ്പോൾ അവരുടെ ഇന്നർ ഇതെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് ഒരു ടൈം എടുത്തിട്ടായിരിക്കും അത് പുറത്തേക്ക് വരുന്നത്. അപ്പം സാറ് പറയുന്ന ഈ ഒരു ഓഫീസ് പൊളിറ്റിക്സിന്റെ മെയിൻ കാരണം ഇങ്ങനെയുള്ള ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ അവര് ആ ഒരു ടൈം ടേക്ക് ചെയ്ത്, അല്ലെങ്കിൽ അവര് നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിലുള്ള ഈ ഒരു പുറത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ പുറത്തേക്ക് വരുന്നതിന്റെ ആ ഒരു ബേസിലാണോ ഈ ഒരു ഓഫീസ് പൊളിറ്റിക്സിന്റെ ഒരു മറ്റേത് പറയണ്ടേ ഒരു തളർത്ത് വളരുന്നത്? ആയിരിക്കാം. നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ആകുമ്പം അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടാവും. ഒരു കമ്മ്യൂണിറ്റി ആകുമ്പം അവിടെ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിസം ഉണ്ടാവും. അത് നാച്ചുറലി നമ്മളിപ്പം എന്താ ചെന്നായ്ക്കൾ ഗൂസ്, അതിൻ്റെ ഗ്രൂപ്പിൽ ഒരാൾ നാച്ചുറലി ഒരു ലീഡർ ഉണ്ടാവും, ബാക്കിയുള്ളവരെന്നെ ഫോളോ ചെയ്യും. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവിടെ ഒരു ലീഡർഷിപ്പും ഒരു ആൻറ്റി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു നാച്ചുറൽ ഫിനോമിനാണ്. എവിടെ ആയാലും ശരി അതെന്തെങ്കിലും ഒന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരാൾ നിൽക്കണമെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നേതാവായാൽ മാത്രം പോരല്ലോ, അണികൾ കുറച്ച് ആൾക്കാർ കാണും, അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ പറയുന്ന ലീഡേഴ്സ് ആവാൻ പറ്റാത്ത ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരെ ഫോളോ ചെയ്യുന്നു. ഇപ്പം ഞാൻ ഒരു കമ്പനിയുടെ CEO ആയിട്ടിരിക്കുന്ന എനിക്കൊരു വിഷൻ ഉണ്ട്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാണും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാണും. അപ്പോൾ ഇതിൽ തന്നെ ഈ എന്താ പറയുന്നത്, അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പോൾ നമ്മുടെ കമ്പനിക്കുള്ളിലാണെങ്കിലും ശരി, ഒരു ഗ്രൂപ്പിലായാലും ശരി, ഇതുപോലെ ഇപ്പം ഞാൻ ഹീറോ, അത് ആന്റി ഹീറോ എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് ഹീറോ ആകുമ്പോൾ ഞാൻ ആന്റി ഹീറോ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ്സ് പോലെ ഇരിക്കും. ഇപ്പൊ നമ്മൾ അവതരിപ്പിക്കുന്ന കോടതിയിലാണെങ്കിലും ശരി തെറ്റല്ലോ, വാദി പ്രതി അവരുടെ പെർസ്പെക്റ്റീവ് രണ്ടുപേരുടെയും വാദം കേട്ടിട്ടാണല്ലോ കോടതി ഒരു കാര്യം തീരുമാനിക്കുന്നത്. പെർസ്പെക്റ്റീവ് പിന്നെ ഞാൻ കഴിവതും അതിനകത്ത് ഇപ്പം അപ്പുറത്തെ സൈഡും കേൾക്കാൻ നോക്കുന്നു. ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കത് പോസിബിൾ ആവും, ചില കാര്യങ്ങൾ പോസിബിൾ ആവില്ല. പക്ഷെ ഇതെപ്പോഴും ഒരു ആർഗ്യുമെന്റ് മോഡല്ല. ചിലപ്പോൾ ഇതിപ്പം ഒരു ഹീറോ ആന്റി ഹീറോ ടൈപ്പും അല്ല. ചിലപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഫാക്ടർ കൊണ്ട് ഒരാൾ അവിടെ അവരുടെ ഒരു ലീഡർഷിപ്പ്, ഒരു കൈൻഡ് ഓഫ് ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി, അത് എന്ത് വേണമല്ലോ ആവാം. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ചിലപ്പോൾ എന്റർടൈനിങ് ആവാം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആവാം. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാവുന്നു, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ ഇതുപോലെ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവം നാച്ചുറലായിട്ടും നല്ല രീതിക്ക് നല്ലതിന് വേണ്ടിയിട്ടും ഉണ്ടാവാം. പക്ഷെ ചില ആൾക്കാർ ഇതേക്കെ ക്യാരക്ടേഴ്സ് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം നെഗറ്റീവായിട്ട് മാറുന്നത്. അല്ലാതെ കൺസ്ട്രക്റ്റീവായിട്ടാവാം. ഇപ്പം ചില കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നില്ല, ഇപ്പം അതിന് അനാസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതിപ്പോൾ വെറുതെ തട്ടിപ്പിന് വേണ്ടിയിട്ടല്ല. ഇപ്പം എന്തെങ്കിലും ഒരു സൗകര്യം നമുക്കുണ്ടെങ്കിൽ നല്ലതാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു ഗ്രൂപ്പായി സംസാരിക്കുന്നു. അത് ഒരാൾ ലീഡർഷിപ്പ് എടുത്ത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങളോ മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുന്നത് നല്ലതാണ്. അതൊരു കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഒരാളുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിലോ അവിടെയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഓഫീസ് പൊളിറ്റിക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചില കാര്യങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ നല്ലതിനു വേണ്ടി തുടങ്ങിയിട്ട് പിന്നെ അതിന്റെ ആവശ്യം കഴിയുമ്പോൾ അത് എന്താ പറയുന്നത്, അത് പിരിച്ചുവിടണം. പക്ഷെ അത് പിന്നീട് വേറെ ഓരോ ഇപ്പം നമുക്ക് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും പല പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും തുടങ്ങി വെച്ച ആൾക്കാർ തുടങ്ങിയ സമയത്ത് ഒരു നല്ല ഉദ്ദേശം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താവും, പിന്നെ പല ജനറേഷൻസോട് വരുമ്പോഴത്തേക്കും അതെന്താവും, അത് പിന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ അതിനും അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും പിന്നെ നോക്കുന്നത്. അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പിന്നെ പോകുന്നത്. സോ അങ്ങനെ വരുമ്പോഴേ ഉള്ളൂ ഈ പറയുന്ന ഓഫീസ് പൊളിറ്റിക്സ് ഒരു തെറ്റായ കാര്യങ്ങളാവുന്നത്. ഇപ്പം പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ കുറേ ആൾക്കാരെ ഹയർ ചെയ്യുന്നു. ഇപ്പം ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഇവരെ ട്രെയിൻ ചെയ്യാനും മെൻറ്റർ ചെയ്യാനും നല്ല രീതിയിൽ അവരെ വരുന്ന ആൾക്കാരെ വെൽക്കം ചെയ്ത് നല്ല രീതിയിലാക്കി എടുക്കാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നല്ലതായിരിക്കും. ഹെൽപ്പിംഗ് ദ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ദ വിഷൻ ഓഫ് ദ കമ്പനി, ഓക്കെ, ടു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ നല്ല. പക്ഷെ അതുപോലത്തെ കാര്യങ്ങൾ കാണാനില്ല. സോ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണുന്നത്. ഇപ്പൊ എല്ലായിടത്തും ഇപ്പം ഒരു
ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവിടെ ഇപ്പോൾ ഒരു 10 കൂടുതലാവാം, ചിലപ്പോൾ 5 കൂടുതലാവും, എവിടെ എന്നാലും അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് വരുമ്പോഴും അവർ എല്ലായിടത്തും ഈ ഒരു ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കാര്യം അറേസ് ചെയ്ത് വരാം. അപ്പം ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇത് നല്ല ഒരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ല സ്വയം ഇതിന് അല്ലെങ്കിൽ ഒരു ചീത്ത ഇതിലും വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഇതിന് ഇപ്പം നമുക്ക് ഇതിപ്പം ഇങ്ങനെ ഒരു സംഭവം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ ഓഫീസ് പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് വരുന്ന ഒരു എംപ്ലോയിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് പോവുകയാണെങ്കിൽ ആസ് എ CEO സാറിന് അവിടെ എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക? കാര്യം നമുക്ക് ഇപ്പൊ നമ്മളൊരു ഹയർ ചെയ്ത ഒരു എംപ്ലോയിനെ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആവാം, എക്സ്പീരിയൻസ് അല്ലാത്തൊരു ഫ്രഷർ ആവാം. നമ്മൾ ഹയർ ചെയ്ത ഒരു എംപ്ലോയിനെ അയാളെ പ്രോപ്പറായിട്ട് നമ്മുടെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് ആസ് എ കമ്പനി മാനേജ്മെന്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ അവരെ ഏതൊരു ഇതിലേക്കാണ്, ഏത് ബ്രാഞ്ചിലേക്കാണോ അവരെ എടുത്തത് ആ ബ്രാഞ്ചിലേക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുത്ത് അവരെ എന്തൊക്കെയാണ് ഇവിടുത്തെ വർക്ക് ഫ്ലോസ് എങ്ങനെയാണ്, എന്താണ് നമ്മൾ ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവരെ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആസ് എ മാനേജ്മെന്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓഫീസ് പൊളിറ്റിക്സും ഈ ഒരു ഡീമോട്ടിവേഷൻ ഇത് ഒരു ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുമ്പോൾ അത് ആസ് എ ഒരു അങ്ങനെ വരുന്ന ഒരു എംപ്ലോയിയുടെ ഒരു പെർസ്പെക്റ്റീവില് നമുക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും. കാര്യം അവരിപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വേറൊരു കമ്പനിയിൽ നിന്നായിരിക്കും വരുന്നത്, അപ്പൊ അയാളെ അത് കമ്പയർ ചെയ്യാൻ നോക്കും, ആ ഒരു കമ്പനി അങ്ങനെയല്ലായിരുന്നു, ഇവിടെ വന്നപ്പോൾ എന്താണ് ഇങ്ങനെ. അപ്പം ആ ഒരു മൈൻഡ് ആ ഒരു എംപ്ലോയി തുടക്ക ദിവസം തൊട്ടേ ഇങ്ങനെ ഒരു സംഭവം മനസ്സിൽ കയറുമ്പോൾ ആ ഒരു എംപ്ലോയിക്ക് പിന്നെ പ്രോപ്പർ കോൺസെൻട്രേഷൻ ആളുടെ വർക്കിൽ കൊടുക്കാൻ പറ്റില്ല. അവിടെ നമ്മളിപ്പോ എടുത്ത ഒരു എംപ്ലോയിയുടെ ഒരു ഹയറിംഗ് എന്ന് പറയുന്നത് വേസ്റ്റേജ് അല്ലേ. ആസ് എ ഒരു കമ്പനി മാനേജ്മെന്റ് സാറ് ആസ് എ CEO സാർ ഒന്ന് ചിന്തിക്കുക, അത് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് മണി അല്ലേ. കാര്യം ഇങ്ങനെ ഒരു എംപ്ലോയിനെ തുടക്കത്തിലെ ഒരു ഡീമോട്ടിവേഷൻ ഒരു ഇത് വരുമ്പോൾ അയാളുടെ മനസ്സിന് അത് ചിലര് ആ രീതിയിൽ എടുത്തിട്ട് വിടും. പക്ഷെ ഭൂരിഭാഗം പേരും അങ്ങനെ എടുക്കുന്നതൊന്നുമില്ല, അവർക്കൊരു ടെൻഷൻ ആവും. അപ്പോൾ ആസ് ഒരു എംപ്ലോയി ഇങ്ങനെയാണോ, ഇപ്പം മുന്നോട്ടേക്ക് പോവോ, എന്തൊക്കെയാണ് അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരു ഇത് വരും. പക്ഷെ ആസ് എ CEO അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒരു എംപ്ലോയീസിനെ നമുക്ക് അതെങ്ങനെയല്ല, എങ്ങനെ അവരെ സേഫ് ആയിട്ട് നമുക്ക് അവരെ ഇതിലേക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളത് സാറിനൊന്ന് പറയാൻ പറ്റും? പറയാം, ചോദ്യം വളരെ നീണ്ടുപോയില്ലേ? അല്ല, അത് കുറച്ച് ഇതായി പോയി, കുഴപ്പമില്ല, അടുത്തതിൽ കുറയ്ക്കാം. അതിനാണ് സാറിന്റെ മാനേജറായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം, ചോദിക്കുന്ന കാര്യങ്ങൾ ഇനി തൊട്ട് അങ്ങനെ അല്ല. ഞാനും കുറച്ച് ലോങ് ആയി പോകുന്നു, പറയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ എപ്പോഴും അല്ല ഞാനത് ഇങ്ങനെ ലോങ് ആയിട്ട് പറയുന്ന വെച്ചാൽ കേൾക്കുന്നവർക്ക് കുറച്ച് ക്ലാരിറ്റി വരും. ഇപ്പം എല്ലാം പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഇത് കാണുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പം ഞാൻ പറഞ്ഞ ഒരു എംപ്ലോയി കാണുമ്പോൾ അയാളുടെ പെർസ്പെക്റ്റീവ് അയാൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. അല്ല, ഇതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയൊക്കെ ഓർത്തിരുന്നിട്ട് ഞാൻ മറുപടി പറയാൻ. അത് വേണമെങ്കിൽ അല്ല, കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടിട്ട്. ഇല്ല, വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇത് നമ്മള് സ്കൂൾ കാലഘട്ടത്തിലോട്ട് പോകണം. ഇപ്പം ഈ ആറ്റം എന്താ, പരമാണു അണു സംഭവം, ആറ്റം, അതിനകത്ത് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. ഓക്കെ, ഇതിൽ നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസും ന്യൂട്രലി ചാർജ്ഡ് ന്യൂട്രോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസും ആണ്. ഇതിൽ ഈ പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവവും ന്യൂട്രൽ എന്ന് പറയുന്ന സംഭവം അടങ്ങിയിരിക്കുമെങ്കിൽ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി നടക്കുക അല്ലേ, അതിന് റെസ്റ്റ് ഇല്ല, ഫുൾ ടൈം അത് വർക്കിംഗ് ആണ്. സോ അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്തുള്ള നെഗറ്റിവിറ്റി എന്ന് പറയുന്നതും ഈ ഗോസിപ്പുകൾക്ക് നല്ല വിലയാണ്, നല്ല ഇൻട്രസ്റ്റ് ആണ്, അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മളിപ്പം ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ പോസിറ്റിവിറ്റിയിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ, നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാളെ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും ഇങ്ങനെ ഈ ഇലക്ട്രോൺസ് പോലെ ഈ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ കഥകൾ പല രീതിയിൽ പല അത് നമ്മൾ വിചാരിക്കും ഈ ഇലക്ട്രോൺസ് ആണ് ഈ കമ്പനി മൊത്തം പ്രവർത്തിപ്പിക്കുന്നതെന്നായിരിക്കും തോന്നുന്നത്. പക്ഷെ അത് നെഗറ്റീവ്ലി ചാർജ് ആണ്. പക്ഷെ ആറ്റത്തിൽ ഇലക്ട്രോൺസ് കൂടെ വന്നേ സസ്റ്റൈനബിൾ ഉള്ളൂ. എന്തോ
അല്ലെ പോസിറ്റീവ് കൂടും. എല്ലാവരും ബുദ്ധന്മാരല്ലല്ലോ. സൊസൈറ്റി നിൽക്കണമെങ്കിൽ കുറച്ച് നല്ല പേര് കുറച്ച് ചീത്ത ആൾക്കാരെ കാണും. നമുക്ക് ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അല്ലെ പിന്നെ ലോകം നന്നാകത്തില്ലേ? അത് ശരിയാണ്, മൊത്തത്തിൽ അങ്ങനെ നന്നാലും കുറച്ചൊരു നെഗറ്റിവിറ്റി വേണം. പക്ഷെ അതെങ്ങനെ ബാലൻസ് ചെയ്ത് പോകണമെന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. മാത്രമേ ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ച് പ്രോട്ടോൺ കൂടിയാലേ ആറ്റത്തിന് അതെന്തായാലും അങ്ങനെ അതൊരു പ്രകൃതിയുടെ നിയമമാണ്. നമുക്കിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഉണ്ടായിരിക്കണം. പക്ഷെ അതിനകത്ത് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു, എങ്ങനെ മുമ്പോട്ട് പോകുന്നു ഉള്ളതാണ് കാര്യം. ഓക്കെ, എന്തായാലും പ്രോട്ടോൺസും ന്യൂട്രോൺസും വെറുതെ ഇടുന്നുകൊണ്ട് ഇലക്ട്രോൺസിനെ ഇട്ട് കറക്കിക്കൊണ്ടേ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ലൈറ്റിംഗ് ആയാലും ക്യാമറ ആയാലും കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണല്ലോ നടക്കുന്നത്. സോ അതുകൊണ്ട് അവരെ എങ്ങനെ നമ്മൾ പോസിറ്റീവ് കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് അതുപോലെ നമുക്ക് ചിന്തിക്കണം. അപ്പം ഞാൻ പറയുന്നത് ജസ്റ്റ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ടാണ് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതിപ്പം ഡെയിലി വേണമെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് തലയിൽ ആക്കാം. അപ്പോൾ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് പോലെ ഇപ്പം ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അധികം ആരും പറഞ്ഞു തരത്തില്ല. പക്ഷെ നെഗറ്റീവ് വീണ്ടും നമുക്ക് കിട്ടുന്ന ഗ്യാപ്പിലും ബ്രേക്കിലും എല്ലാം പറഞ്ഞ് അതെങ്ങനെയാ പറയുന്നത് വെച്ചാൽ, ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, നാളെ നിനക്കും സംഭവിക്കാം, എന്തായാലും അത് ആരായാലും ശരി, ആ ഒരു പേടി വരും. അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ നമുക്കിപ്പം ആസ് എ CEO എന്നോ ആസ് എ മാനേജർ എന്നോ നമുക്ക് ഇതുപോലെ വിളിച്ച് എല്ലാ ബ്രേക്കിലും വിളിച്ച് പോസിറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. സോ അതാണ് ശരിക്കും പറയുന്നത് നമ്മുടെ ലിമിറ്റും നമ്മുടെ തോൽവി എന്ന് പറയുന്നത്, അല്ലേ? അതെ. ഇപ്പം ഞാനിപ്പോൾ കമ്പനിയുടെ CEO ആയിട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാനേജേഴ്സ് ആയിട്ടിരുന്നിട്ട് നമുക്കിപ്പം ഈ കിട്ടുന്ന ബ്രേക്കിനും ഗ്യാപ്പിനും ലഞ്ച് കഴിക്കാൻ പോകുമ്പോഴും പുറത്തോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ വൈകിട്ട് വീട്ടിൽ ഇരുന്ന് നമുക്കിതുപോലെ ഇങ്ങനെ ഒരു വേദം ഒതുക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കൂടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചാനൽ പരിപാടിയായിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഉണ്ട്. സോ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് താല്പര്യമുള്ള ആൾക്കാർക്ക് കേൾക്കാം, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം, മനസ്സിലാവുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത്രേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പം ഒരുപാട് ഗോസിപ്സും ഒരുപാട് നെഗറ്റിവിറ്റീസും കാര്യങ്ങളും. പക്ഷേ ഇപ്പം ആസ് എ CEO, നോ യുവർ CEO, നോ യുവർ കമ്പനി. എന്താണ് നമ്മുടെ നയങ്ങൾ, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ബിസിനസ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് അറിയുക. ഇതാണ് സത്യം. ഇതിപ്പോൾ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ മാറ്റി പറയേണ്ട കാര്യമില്ല. ഇതിപ്പം റെക്കോർഡഡ് പ്രോഗ്രാമാണ്. സോ എനി ടൈം ഇറ്റ് ഈസ് അവൈലബിൾ. സോ 100 തവണ പറയുന്നത് ഇപ്പോൾ എനിക്ക് സംശയം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് കേൾക്കുക. അല്ല, ഞാൻ പറഞ്ഞതെന്നല്ല, പറഞ്ഞ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് റെഫർ ചെയ്യാന്നുള്ളത് അതന്നെ. സോ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴാന്ന്. പക്ഷെ എന്നാലും ഇതിപ്പം ഒരു കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറിയാനും, ഇനിയിപ്പം ഒരു എന്താ പറയുന്ന ഒരു പ്ലേസ്മെന്റ് ആയാലും അല്ലെങ്കിൽ ഒരു ഹയറിംഗ് ഡ്രൈവിന് മുമ്പ് ഇപ്പം ജസ്റ്റ് ആൻ എക്സാമ്പിൾ, ഇപ്പം ഇന്നലെ ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു ടെക്നിക്കൽ പറ്റി അറിയാമോ? വെബ്സൈറ്റിൽ കണ്ടിരുന്നു, സോൺസോ. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് ഞാൻ കണ്ടിരുന്നു. സോ സെർച്ച് ചെയ്തപ്പം ഓൾറെഡി ഇതിൽ യൂട്യൂബിൽ എന്തായാലും ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അബൌട്ട് ദ കമ്പനി എന്തായാലും, അല്ലെങ്കിൽ ഇപ്പം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അബൌട്ട് ദ കമ്പനി കാര്യങ്ങൾ. അപ്പം നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ ലേ ഓഫിൻ്റെതായപ്പം ആദ്യം ഒരു പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ ആദ്യം നോക്കുന്ന ലേ ഓഫോ, അയ്യോ പണിയാണോ, എന്നാൽ പിന്നെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ എന്തായാലും എല്ലാവരും ഒരു അറ്റൻഷൻ കൊടുക്കും. സോ ഇങ്ങനെ ഒരു കമ്പനി ആകുമ്പോൾ കമ്പനിയുടെ നയങ്ങൾ കമ്പനി വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രതിനിധികൾ വ്യക്തമാക്കുന്നു. ഇത് അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ പിന്നെ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നുള്ളൊരു ഇതാവരുത്. സോ മാക്സിമം ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയും. സോ നോ യുവർ CEO, നോ ദ കമ്പനി ബിഫോർ ജോയിനിങ് ദ കമ്പനി. ഇതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെത്. അതുപോലെ തന്നെ ഇറ്റ് വിൽ ബി ബെനിഫിറ്റിംഗ് മെനി അതേഴ്സ്. ലൈക്ക് ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ട്, ഒരു പാഷൻ ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ ചാലഞ്ചസ് എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട ചാലഞ്ചസ് ആണ്. എല്ലാവരും ഈ ഒരു സ്റ്റേജസ് ഒക്കെ കടന്നിട്ടേ നമുക്ക് ഒരു ജയമാണോ തോൽവിയാണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു പ്രോഗ്രാം ഒരു ഹൈലി ബെനിഫിഷ്യൽ ആയിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഐഡിയയിലോട്ട് വന്നതും. ഇപ്പോൾ ഒരു ടോക്ക് ഷോ പോലെ, ഒരു കണ്ടിന്യൂസ് ടോക്ക് ഷോ പോലെ, ഇപ്പോൾ ജസ്റ്റ് ഒരു 1 എപ്പിസോഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലേ ഓഫ് നടന്നു ഇതിനെപ്പറ്റി ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമല്ല.
ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോഗ്രാം ഓഫ് ഒരു ഇന്ററാക്ഷൻ. താല്പര്യമുള്ള ആൾക്കാർക്കും ജോയിൻ ചെയ്യാം. സോ ഇപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസസ് ഇപ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങൾ നേട്ടങ്ങൾ ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു എന്താ പറയാൻ പറ്റുന്നൊരു അത്യാവശ്യം കുറച്ച് നേട്ടങ്ങൾ എന്തായാലും ഈ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിലും ഇപ്പോൾ കമ്പനിയുടെ ഒരു സംഭവങ്ങൾ, പിന്നെ അത്യാവശ്യം കുറേ ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം പ്രോജക്ട്സ് ഇത്രയും ലോങ് ഡ്യൂറേഷനിൽ റൺ ചെയ്തിട്ടുണ്ട്. സോ എക്സ്പീരിയൻസസ് അത് പല ആൾക്കാർക്കും യൂസ് ആവും. സോ ആ ഒരു ഉദ്ദേശത്തോടാണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്, മോസ്റ്റ് ഓഫ് ദ ഷോസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. പക്ഷേ ഇടയ്ക്കൊരു ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ടും പിന്നെ എപ്പോഴും നമ്മളൊരു കടുത്ത ഒരു നിലപാടല്ല, അല്ലെങ്കിൽ ഒരു ടു ഫോമൽ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് കുറച്ച് എന്റർടൈൻമെന്റ് പോലെ മലയാളം, പിന്നെ ഇടയ്ക്ക് പറ്റുമെങ്കിൽ കുറച്ച് ഹിന്ദി, ഇല്ലേ? ഹിന്ദി രാഷ്ട്രഭാഷ ഹിന്ദി ദോ ലൈൻ അല്ല, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പണിയെടുക്കാൻ ഇപ്പൊ കൂടുതലും ബംഗാളീസ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇനി ഹിന്ദിയിലൂടെ അവതരിപ്പിക്കണ്ടേ? ഇപ്പൊ നാളെ IT-യിലും കാണുമായിരിക്കുമല്ലോ. ഒന്നും പറയത്തില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ ലേബറേഴ്സ് ആയിട്ട് വന്നേക്കുന്ന ആൾക്കാരുടെ മക്കളൊക്കെ നാളെ IT കമ്പനീസിൽ ജോയിൻ ചെയ്യണ്ടേ? ചെയ്യുമായിരിക്കുമല്ലോ. അതെ, ഏജസിന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരിക്കും എന്നാണ്. അല്ല, എന്നാലും അവരുടെ മാതൃഭാഷ ഹിന്ദി അല്ല, അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇത്ര സ്റ്റേറ്റ്സ് ഉണ്ട്. പല സ്റ്റേറ്റ്സിൽ നിന്നും വരുമ്പോ അതെല്ലാം നമ്മള് അല്ല, അതുകൊണ്ടല്ലേ രാഷ്ട്രഭാഷ ഹിന്ദി എന്ന് പറയുന്നത്. രാഷ്ട്രഭാഷ എന്നല്ല, ഇറ്റ്സ് കോമൺ ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ്, നാഷണൽ ലാംഗ്വേജ് നല്ല. നമ്മളിപ്പോ ഇപ്പൊ തമിഴ്നാട്ടിൽ നടക്കുന്ന ഹിന്ദി, തമിഴ് അങ്ങനത്തെ ഒരു ഇതല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആൾക്കാർ സംസാരിക്കുന്ന, അതായത് മോർ ദാൻ 50% അല്ലെങ്കിൽ ക്ലോസ് ടു 50% ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. പിന്നെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള കുറെ ഭാഷകളുണ്ട്. അതുകൊണ്ട് ഹിന്ദിയിൽ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മുടെ ടോപ്പിക്ക് വേറെ എവിടെയോ പോയി. രാഷ്ട്രഭാഷ ഹിന്ദിയാണോ അതോ നമ്മൾ എവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ നമ്മള് എവിടുന്നോ എവിടെയോ പോയി. അതെ, എവിടെ എത്തിയത്? മറ്റേ പെരുമ്പാവൂര് തിരിച്ചു വരുമോ? പക്ഷെ ഇനിയും അവര്, അതായത് ഇപ്പൊ അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളുടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓഫീസ് പൊളിറ്റിക്സ് വേറൊരു ലെവലിലോട്ടൊക്കെ പോകുമായിരിക്കും. ഇപ്പം എന്തായാലും ഇപ്പൊ ബാംഗ്ലൂർ ഉള്ളത് പിന്നെ കുറച്ചുകൂടെ ബെറ്റർ സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. കാരണം ഒരു മൾട്ടി കൾച്ചർ അല്ലാതെ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മെജോറിറ്റി മലയാളീസ് ആയതുകൊണ്ട് ഒരു ഈ ഗ്രൂപ്പിസം ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു മേജർ ഗ്രൂപ്പിസം ആയിരിക്കും വരുന്നത്. ഒരു കമ്പനി ആൻഡ് ആന്റി കമ്പനി, അങ്ങനെ രണ്ടിതായിരിക്കും. പക്ഷേ ബാംഗ്ലൂരൊക്കെ പിന്നെയും കമ്പനീസ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികൾ, IT തൊഴിലാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതും പല പല സംസ്ഥാനങ്ങളിലും പല ഭാഷകളിലും ഒക്കെ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഇപ്പം മലയാളികളുടെ ചെറിയൊരു ഗ്രൂപ്പ്, തെലുഗു സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ചെറിയൊരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ തമിഴിൽ ചെറിയൊരു ഗ്രൂപ്പ്. അപ്പൊ പിന്നെ എല്ലാം ഒരു പിന്നെ അത് തമ്മിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ കാണുമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? എല്ലാ സംസ്ഥാനത്തും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൊച്ചിയിലോട്ട് വന്ന് വർക്ക് ചെയ്യാൻ ഇപ്പം പുറത്തുള്ള ആൾക്കാർക്ക് കുറച്ചൊരു എന്തോ ഒരു മടിയുണ്ട്, ഒരു കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ആകർഷിത ഇവിടെ വന്നിട്ട് 5 വർഷമായിട്ട് കേരളത്തിലാണെന്നും 3 വർഷമായിട്ട് നമ്മൾ അങ്ങനെ ഒരു അതിഥി തൊഴിലാളിയായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണാനും പറ്റില്ല. ആകർഷിത നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ അല്ലേ? അല്ല, ആകർഷിത ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ സെറ്റിൽഡ് ആണ്. 5-6 വർഷമായിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് വന്ന ഒരാളല്ല. പിന്നെ ഇനിയും അടുത്ത നമ്മുടെ പ്രോഗ്രാമിന് മിക്കവാറും ഇവിടുന്ന് അങ്ങോട്ട് പോയ ഒരാള് ജോയിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് പല രീതിയിലുള്ള വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പല വേർഷൻസ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഇതും ഒരു ഇതാണ്. AI വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ പല ഇതിലേക്ക് കൺവേർട്ട് ചെയ്താണ്. ഒറ്റ ഇത് മതി, ഒറ്റ ഷൂട്ട് മതി. നമുക്ക് എന്തായാലും വ്യൂവർഷിപ്പ് കൂട്ടുക എന്നുള്ളതാണ്. അതെ, നമ്മളിപ്പോ പാൻ ഇന്ത്യ, നമ്മളിപ്പം കൊച്ചി ബേസ്ഡ് ആയതുകൊണ്ടും ഓഫീസ് കൊച്ചി ബേസ്ഡ് ആയതുകൊണ്ടും
നമുക്ക് കൂടുതൽ ചാൻസസ് ഈ ഒരു കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ടും നമ്മൾ ആദ്യം ഇതാക്കാം, പിന്നെ നമ്മൾ എയും പിന്നെ പാരന്റിനും ചിന്തിക്കാം. നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന നെഗറ്റീവ് ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കമന്റിൽ പറയുന്നത് വെച്ചാൽ ഇത് പെയ്ഡാണ്, ഇത് ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ്,